ഈ വർഷത്തെ ഹജ്ജ് യാത്രാ നിരക്ക് നിശ്ചയിച്ചു. കരിപ്പൂർ വഴി പോകുന്നവർ 3,73,000 രൂപ നൽകണം. കൊച്ചിയും കണ്ണൂരും വഴി പോകുന്നവരെക്കാൾ 35,000 രൂപ അധികമാണിത്. വിമാന നിരക്കിലെ വ്യത്യാസമാണ് വർധനവിന് കാരണം. അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ മലപ്പുറത്ത് നിന്നും. അഷ്കർ അലി, വിമാന നിരക്കിലെ വർധനവ് നമ്മൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു പരിഷ്കരണമൊന്നും വരാനുള്ള സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജ, ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് യാത്രാ നിരക്ക് ഓരോ തീർത്ഥാടകനും വിവിധ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള ഓരോ തീർത്ഥാടകർക്കും ഇത്തവണ വരുന്ന ഹജ്ജ് യാത്രയുടെ നിരക്ക് ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. ഒന്ന് കരിപ്പൂരും പിന്നെ കൊച്ചിയും കണ്ണൂരും. ഇതിൽ കരിപ്പൂരിൽ നിന്ന് പോകുന്നവരാണ് 3,73,000 രൂപ നൽകേണ്ടത്. അതേസമയം കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നവർ 3,38,000 37,000 രൂപവും നൽകിയാൽ മതി. സ്വാഭാവികമായും 35,000-ഓളം രൂപ അധികം നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ, അതായത് ഇത്തവണ 16,000-ഓളം അപേക്ഷകർക്കാണ് ഇത്തവണ കരിപ്പൂരിൽ നിന്നും കേരളത്തിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം യാത്രക്കാരും ഹജ്ജ് യാത്രക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളമാണ്. സ്വാഭാവികമായും ഈ പോകുന്ന യാത്രക്കാരൊക്കെ തന്നെ മറ്റ് തീർത്ഥാടകരെക്കാൾ 35,000 രൂപ അധികം നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഈ ഹജ്ജ് വിമാന നിരക്കിലെ വ്യത്യാസമാണ് ഈ വർധനവിന്, കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ മാത്രം ഇത്തരത്തിൽ വലിയ അമിത നിരക്ക് നൽകേണ്ട ഒരു സാഹചര്യത്തിന് കാരണമെന്ന് വിശദീകരിച്ചിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. നേരത്തെ 1,65,000 രൂപ ഉണ്ടായിരുന്ന വിമാനക്കൂലി പിന്നീട് അത് 1,40,000 രൂപ കുറച്ച് 1,25,000 ആക്കിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും കരിപ്പൂരിൽ വഴി പോകുന്നവർ 35,000-ഓളം രൂപ അധികം നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. കാരണം ഒരേ സംസ്ഥാനത്തു നിന്നും പോകുന്ന 3 എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ വിമാന നിരക്കിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയ വ്യതിയാനത്തിൽ തന്നെ ഹജ്ജ് നിരക്ക് ഈടാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 4-5 ആളുകൾക്ക് പോകുമ്പോൾ സ്വാഭാവികമായും 1,50,000-ഓളം രൂപ ഒരു കുടുംബത്തിന് തന്നെ വ്യത്യാസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കരിപ്പൂർ എയർപോർട്ടിന് തന്നെ വലിയ തിരിച്ചടിയും ലഭിക്കുന്നുണ്ട്. ഈ കരിപ്പൂർ എയർപോർട്ട് വഴി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ എംബാർക്കേഷൻ പോയിന്റ് മാറ്റാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു അനുകൂലമായ തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വിഷയത്തിലൊരു പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നത്. സുജ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്.